പരിമിതികൾക്ക് ഒടുവിൽ മട്ടന്നൂരിൽ ആധുനിക പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷൻ വിഭജനമെന്ന ആവശ്യം കടലാസിൽ സുഖനിദ്രയിലാണ്. അമിത ജോലിഭാരത്താൽ മനംമടുത്ത ഉദ്യോഗസ്ഥർ ജീവനൊടുക്കുന്ന വാർത്തകൾക്കിടയിലും വിഭജനം എന്നത് തീരുമാനമാകുന്നില്ല. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധി വിഭജിച്ച് ചാവശ്ശേരിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകളും ഇടപെടലും നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഇതിനായി മട്ടന്നൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ചാവശ്ശേരിയിൽ പോലീസ് സ്റ്റേഷന് പറ്റിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അനുയോജ്യമായ ഏതാനും കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ടും നൽകിയിരുന്നു. പോലീസുകാർക്ക് താമസിക്കാനായി ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ വേണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. ചാവശ്ശേരി വില്ലേജിൽ ഉൾപ്പെടുന്ന ഇരിട്ടി നഗരസഭയിലെ 18 വാർഡുകളും എയർപോർട്ട് സ്റ്റേഷൻ പരിധിയിൽ കീഴല്ലൂർ പഞ്ചായത്തിലെ ഭാഗങ്ങളും ചേർത്ത് സ്റ്റേഷൻ വിഭജനം നടത്തണമെന്ന നിർദ്ദേശമാണ് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലുള്ളത്. ഇരിട്ടി നഗരസഭയിലെ 18 വാർഡുകൾ പരിധിയാക്കി ആയിരിക്കും ചാവശ്ശേരിയിൽ പുതിയ സ്റ്റേഷൻ വരുന്നതിന് ഇടപെടൽ ഉണ്ടായത്. പോലീസ് സ്റ്റേഷനു വേണ്ടി ചാവശ്ശേരിയിലുള്ള റവന്യൂ വകുപ്പിന്റെ സ്ഥലം വിട്ടുകിട്ടുന്നതിനുൾപ്പെടെ ശ്രമം നടത്തിയിരുന്നു. നിലവിൽ ജില്ലയിൽ ഏറ്റവും അധികം സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനാണ് മട്ടന്നൂരിലേത്. ഇതിനനുസരിച്ച ആൾബലമില്ലാത്തതും ജോലിഭാരം കൂടുതലുള്ളതും കണക്കിലെടുത്താണ് സ്റ്റേഷൻ വിഭജിക്കണമെന്ന ആവശ്യം ഉയർന്നത്. മട്ടന്നൂർ നഗരസഭ, കീഴല്ലൂർ, കൂടാളി പഞ്ചായത്തുകൾ, ഇരിട്ടി നഗരസഭയിലെ 18 വാർഡുകൾ എന്നിവയാണ് മട്ടന്നൂർ സ്റ്റേഷന് കീഴിൽ വരുന്നത്. മട്ടന്നൂർ സ്റ്റേഷനിൽ കൂടുതൽ നിയമനങ്ങൾ വേണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വകുപ്പുതല നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും വേണ്ടത്ര നിയമനങ്ങളായിട്ടില്ല. വിമാനത്താവളം വന്നതോടെ വാഹനത്തിരക്കും ക്രമാതീതമായി വർദ്ധിച്ചു. ഇത് കണക്കിലെടുത്ത് മട്ടന്നൂരിൽ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിലുണ്ട്. ഇതിനെല്ലാം പുറമെ വിമാനത്താവളത്തിലെത്തുന്ന VVIPകൾക്ക് വിമാനത്താവള ഗേറ്റിന് പുറമെ സുരക്ഷ ഒരുക്കേണ്ടതും ഇവിടെ ഉള്ളവരാണ്. പരിമിതികൾക്കിടയിൽ നിന്ന് സൗകര്യമുള്ള ആധുനിക കെട്ടിടം ഒരുക്കിയ സർക്കാർ ഇനിയെങ്കിലും അടിയന്തരമായി പോലീസ് സ്റ്റേഷൻ വിഭജനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.